എന്റെ കൃഷി എങ്ങനെയുണ്ട്? പിന്നെ വല്ലവരും നട്ടിട്ട് നിന്റെ കൃഷി. ഹലോ, വെൽക്കം ബാക്ക് ടു അച്ചസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും എൻ്റെ വീട്ടിൽ പോവാന്നൊക്കെ വിചാരിക്കാം, പക്ഷെ അതൊന്നും നടക്കാറില്ല കേട്ടോ. നമ്മൾ അങ്ങനെ എല്ലാ ഞായറാഴ്ചയും പോവില്ല, ചില ദിവസങ്ങളിലൊക്കെ പോകും. അപ്പം ഇന്നലെ എൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഞായറാഴ്ച നിങ്ങളെല്ലാവരും അങ്ങ് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ പോകണം. ഞാനും കിത്തും ഫസ്റ്റ് പോവുകയാണ്, ചേട്ടൻ പിന്നീട് വരേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ അവിടെ പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ഉമ്മയും കൂടെ അച്ഛൻ ചാറ്റോട്. അങ്ങനെ ഞാനും കിത്തും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. റോഡിലോട്ട് ഒന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഓട്ടോ വന്നായിരുന്നു. ശ്രീത്തേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 ബസ് സ്റ്റോപ്പ് മാറിയിട്ടാണ് കേട്ടോ എൻ്റെ വീടുള്ളത്. നമ്മുടെ വീട്ടിൽ ആ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. എനിക്ക് അവിടെ നിന്ന് കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടാ കിത്തു? ഇനി എങ്ങോട്ടാ പറ? ഇനി എങ്ങോട്ടാ? അങ്ങോട്ടാണ്. അങ്ങോട്ടാ. ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എൻ്റെ വീട്ടിലേക്ക് നടക്കേണ്ടി വരും. ദോ കണ്ണ് നീല ഷീറ്റിട്ടതാണ് കേട്ടോ എൻ്റെ വീട്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് താഴെ വയലാണേ. അമ്മ അവരുടെ മീനറുത്തോണ്ട് ഇരിക്കുന്നു. കിത്തുവാണെങ്കിൽ വേഗം ചെരുപ്പെല്ലാം ഊരിയിട്ട് കുഞ്ഞിയുടെ അടുത്ത് ഓടാനാണ് കേട്ടോ ഇത്ര ധൃതി കാണിക്കുന്നത്. കുഞ്ഞീന്നുള്ളി ചക്ക അമ്മമ്മ കാക്ക കൊത്തുന്നുണ്ടോ? അങ്ങനെ കിത്തുവിൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹപ്രകടനത്തിന് ശേഷം നമ്മൾ വയലിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വയലിലോട്ട് പോയായിരുന്നു, അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഈ വയലിൽ പടവലം, പച്ചച്ചീര, ചുവന്ന ചീര, പയറ്, മരിച്ചിനി ഇതൊക്കെയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇക്കോലിക്ക് ഇവൻ എത്ര വയസ്സമ്മ? 2 വയസ്സ്. 2 അല്ല 1 വയസ്സായിരിക്കും. ഓ 1 വയസ്സ് കഴിഞ്ഞ് 1 വയസ്സാവാൻ പോണ്. വയലിൻ്റെ കരയിൽ വീടായത് കൊണ്ട് ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. അതുപോലെ തന്നെ ഇപ്പം മഞ്ഞ് സീസൺ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും ഉണ്ട്. എങ്ങനെയുണ്ട് എന്റെ കൃഷി? എന്തോന്ന്? എന്റെ കൃഷി എങ്ങനെയുണ്ട്? പിന്നെ വല്ലവരും നട്ടിട്ട് നിന്റെ കൃഷി പോലും. കിത്തു പോണോ? ചാടാൻ പറ്റൂലാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന മിക്കവർക്കും അറിയായിരിക്കും എൻ്റെ നാടെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദിവസം ഉത്സവമുള്ള ഒരു ക്ഷേത്രമാണ് വെള്ളായണി ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിലെ കല്യൂർ ദിക്കുബലി നടക്കുന്നത് ഈ ഒരു വയലിലാണ്. ഈ ഒരു ഉത്സവം നടക്കുന്നത് 3 വർഷത്തിലൊരിക്കലാണ് കേട്ടോ. ഇതിനെ കാളിയൂട്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത കാളിയൂട്ട് അടുത്ത വർഷമാണ് കേട്ടോ. വെള്ളായണിയിലുള്ളവരെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് അടുത്ത വർഷം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ദിക്കുബലിക്കുള്ള ഒരുക്കങ്ങൾ ഈ ഒരു വയലിൽ നടക്കും കേട്ടോ. JCB ഒന്ന് വയലൊക്കെ നിരത്തും. പിന്നെ അതുപോലെ തന്നെ രാത്രിയായാലും പകലായാലും ഇവിടെ എപ്പോഴും ആൾക്കാരാണ് കേട്ടോ. കാരണം ദേവിക്ക് വരാൻ വേണ്ടിയുള്ള വഴി ഒരുക്കും. പിന്നെ അതുപോലെ തന്നെ പന്തൽ കെട്ടുന്നതോ അങ്ങനെയൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും. എന്നിട്ട് ഈ ഒരു ഉത്സവം കഴിയുമ്പോഴത്തേക്കും വയൽ വീണ്ടും പഴയ രീതിയിൽ ഇതുപോലെ ആവും. അതുപോലെ തന്നെ വെള്ളായണി ദേവി നമ്മുടെ ഈ ഒരു വയലിൽ മാത്രമല്ല വരുന്നത്, 4 ദിക്കിലും പോകുന്നുണ്ട്. 4 ദിക്കിലും ഇതുപോലത്തെ ഓരോ വയലും ഉണ്ട് കേട്ടോ. വെള്ളായണി ക്ഷേത്രത്തിലെ ഒറിജിനൽ തങ്കത്തിരുമുടിയാണ് കേട്ടോ ദിക്കുബലിക്കാണെങ്കിലും വീടുകളിൽ നിറവറയ്ക്കാണെങ്കിലും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ തങ്കത്തിരുമുടിയുള്ള ഒരു ക്ഷേത്രവും വെള്ളായണി ക്ഷേത്രമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വെള്ളായണിക്കാരും അതുപോലെ തന്നെ വെള്ളായണി ക്ഷേത്രത്തെ അറിയുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഒന്ന് വയലിലൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ടിയുള്ള നെത്തോലി മീനാണ് ഈ ചട്ടിയിലുള്ളത്. പിന്നെ ക്യാരറ്റ് തോരൻ അമ്മ വച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ നാരങ്ങ വെള്ളം കലക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനിയത്തിക്ക് കൊടുക്കുകയാണ്. കിത്തുവിന് കൊടുത്തപ്പം കിത്തുവിന് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു.
അതിനിടയിൽ കിത്തു വീണായിരുന്നു കേട്ടോ. ഇനി കിത്തുവിൻ്റെ കരച്ചിൽ മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ. കിത്തു എവിടെയാണോ വീണത് അവിടെ ചെന്ന് നമ്മൾ 2 അടി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കരച്ചിൽ മാറും കേട്ടോ. അതിനുശേഷം സൂര്യ ടി വിയിൽ 2020 ഫിലിം കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മഞ്ഞുനോവായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാനും അച്ഛനും ബാവയും തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ് കേട്ടോ 2020. ആ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റിയ കറക്റ്റ് ഒരു പഴഞ്ചിലാണ് അമ്മയ്ക്ക് പ്രാണവേദന മക്കൾക്ക് വീണവായന. ഈ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴല്ല കേട്ടോ. ഞാൻ 6ാം ക്ലാസ്സിലും അനിയത്തി 1ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് മഞ്ഞുനോവ് ഹൈ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും മഞ്ഞുനോവ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെയും അച്ഛൻ്റെയും അനിയത്തിൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലഡ് കൊടുത്തിരിക്കുന്നത് സിറ്റിയിലുള്ള ലാബിലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇട്ട് ഏകദേശം 2-2.5 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സിറ്റിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ വീണ്ടും റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി ഇച്ചിരി പാടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞായത് കൊണ്ട് അച്ഛനെ നമ്മളെ മാനേജ് ചെയ്യാനും പാടായതുകൊണ്ട് അച്ഛൻ നമ്മളെ സിനിമയ്ക്ക് കയറ്റിയതാണ്. എന്നിട്ട് അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓടിച്ച് നമ്മയോട് പറഞ്ഞതും ഇതാണ്, നമ്മൾ സിനിമ കണ്ടേന്ന്. പക്ഷെ ആ സമയത്ത് അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി കാണുമായിരിക്കും. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് ചിരിക്കാറുണ്ട്. അയ്യോ, ഈ ഒരു കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞത്. എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വയലിൽ പോയതാണ്. നമ്മളെൻ്റെ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി വട വാങ്ങാൻ പോവേണേ കേട്ടോ. ആദ്യം ഒരു കടയിൽ പോയിരുന്നു, ആ കട അടച്ചിരുന്നു. പിന്നെ രണ്ടാമത് കാക്കാമൂലയിൽ പോയിട്ടാണ് ഈ ഒരു വട വാങ്ങിച്ചത്. ഇതാണ് ഡിനോസർ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാബ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. പണ്ട് ഇവിടെ ഒത്തിരി ചെടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒത്തിരി കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ 2 കിണറുണ്ടെങ്കിലും വെള്ളത്തിന് ശക്കല ക്ഷാമമാണ്. പൈപ്പിൽ വെള്ളം വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ചെടികൾ കരിഞ്ഞു പോയിട്ടുണ്ടേ. നമ്മുടെ ഈ ഒരു വീടിന് ഏകദേശം 100 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വാവതാ വയലിലെ കാഴ്ചയും കണ്ടുകൊണ്ട് ഈ പടിയിരുന്ന് ചായയും വടയും കഴിക്കുകയാണേ. വാവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പേര് വാവയെന്നാണ്. ഒറിജിനൽ നെയിം ആരതി എന്നാ. കുഞ്ഞിലെ അവൾ വാവയായിരുന്നപ്പോൾ ഞാൻ വാവയെന്ന് വിളിച്ചതായിരുന്നു. ഇപ്പം മുതുക്കിയായിരുന്നപ്പോഴും ആ വാവ തന്നെ ഇപ്പോഴും. ശ്രീതേട്ടൻ്റെ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും നല്ല തിരക്കാണ്. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളുടെ പോക്കും അതുപോലെ തന്നെ പൊടി അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഈ ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ സൗണ്ടൊന്നും അങ്ങനെ കേൾക്കാനില്ല എപ്പോഴും. അതുപോലെ തന്നെ കാറ്റും നല്ല രസമാണ് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു സൈഡ്. ഇല്ലാന്ന് പറ. മണ്ടാന്ന് വിളിക്കുന്നത് ചീത്ത കുട്ടികളാണ് കേട്ടോ. കേട്ടോ, ഗുഡ് ബോയ് അല്ലേ കിട്ടു? കിട്ടു ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് അല്ലേ? വെരി വെരി. ഏതോ ഒരു കാർട്ടൂണിൽ മണ്ട എന്ന് വിളിച്ചത് കൊണ്ട് കിത്തുപ്പ അങ്ങനെ വിളിക്കണേ. ആ വിളിച്ചതിനാണ് കുഞ്ഞ് വഴക്ക് കൊടുത്തേ. മണ്ടാന്ന് വിളിക്കോ ഇനി? വിളിക്കോ? കിത്തുവിനാണെങ്കിൽ കുഞ്ഞിയോട് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. കുഞ്ഞി എത്ര വഴക്ക് കൊടുത്താലും വീണ്ടും കുഞ്ഞീന്ന് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ അവനോട് അത് ചെയ്യലേന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം വഴക്ക് കൊടുത്താൽ മാത്രമേ അത് നിർത്തുള്ളൂ. വീണ്ടും മണ്ടാന്ന് വിളിച്ചപ്പോൾ കുഞ്ഞിതാ വഴക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ഓടിയൊന്ന് കിത്തുവിനെ എടുത്ത് ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടം കിത്തുവിനോടാണ്. ചെറുമക്കൾ വരുമ്പോൾ ആ മക്കളോടുള്ള സ്നേഹം കുറയുമെന്ന് പറയുന്നത് ചുമ്മയല്ല. കൊച്ചിനെ ഇനി വഴക്ക് കുറയുമെന്ന് ചോദിച്ച് കുഞ്ഞിക്ക് ഒരു അടി കൊടുത്തപ്പോഴാണ് കിത്തുവിൻ്റെ കരച്ചിൽ മാറിയത്. പിന്നെ അതിന് ശേഷം അവർ രണ്ടുപേരും കൂട്ടാവണതും കണ്ട്. ഇത്രയേ ഉള്ളൂ അവർ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം. പൈസ കൊടുക്കാം. ഇങ്ങനെ കിത്തുവിന്റെ അടുത്ത് വരണവർക്ക് പൈസ കൊടുക്കണം കേട്ടോ. പൈസ പാവം നല്ല മക്കൾ. എങ്ങനെയുണ്ട് അമ്മയുടെ പെർഫോമൻസ്? കുഞ്ഞാണെങ്കിൽ പിന്നെ കിത്തുവിനെ കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവേണ്. പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എന്തേലുമൊക്കെ കൊണ്ടുപോവാന്നുള്ളത് ഒരു പതിവാണല്ലോ. രാത്രിയിലേക്കുള്ള കറി വരെ അമ്മയെ കൊണ്ട് വൈപ്പിച്ചാണേ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവേണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്നതാണ് വെള്ളായണി കായൽ. നന്നായിട്ട് കാണാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് പായലും ഒരുമാതിരത്തെ ചെടികളൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. കൂടിപ്പോയ ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ വീടെത്തി. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ വിളക്ക് കത്തിക്കാനും പിന്നെ രാത്രിയിലത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കുക അതൊക്കെ ഉള്ളൂ. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കറി ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പം പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ചുട്ട് കഴിച്ചാൽ മാത്രം മതി. അതൊക്കെ ഇനി വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ ഈ ഒരു വ്ലോഗിൻ്റെ ലെങ്ത് ഇത്തിരി കൂടും. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇതോടുകൂടി ഒന്ന് അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്ന് ഞാൻ ഷോർട്സ് വീഡിയോ ഇടും. ഈ വീട്ടിൽ നടക്കുന്നതും എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇപ്പം ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.